കുറച്ച് ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമുണ്ട്. അതായത് 3 ആഴ്ചയോളമായി സാംസങ്ങിന്റെ ഇലക്ട്രോണിക് ഫാക്ടറിക്ക് മുന്നിൽ 1500ഓളം തൊഴിലാളികൾ സമരം ചെയ്യുകയാണ്. സാംസങ്ങിന്റെ കാഞ്ചീപുരത്തെ കമ്പനിയിലെ CITU അനുഭാവമുള്ള സാംസങ് ഇന്ത്യ ട്രേഡ് യൂണിയനാണ് ഈ സമരം നടത്തുന്നത്. യൂണിയൻ അംഗീകാരം, 3 വർഷത്തെ ശമ്പള പരിഷ്കരണം, തൊഴിൽ സമയം തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സമരം ചർച്ച ചെയ്യുന്നത്. 2007 ചെന്നൈയിലെ കാഞ്ചീപുരം കമ്പനിയിൽ നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഇത്തരത്തിലൊരു യൂണിയൻ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ഇപ്പോൾ 2024 CITUവിന്റെ നേതൃത്വത്തിലാണ് നിലവിലെ യൂണിയൻ രൂപീകരിച്ചത്. പക്ഷേ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം സാംസങ്ങിൽ നിന്ന് ഈ യൂണിയന് രജിസ്ട്രേഷനോ അംഗീകാരമോ ലഭിച്ചില്ല. 1700 തൊഴിലാളികളിൽ 1500ലധികം ആളുകൾ ഈ യൂണിയനിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈ യൂണിയൻ അംഗീകാരം നൽകാത്തത് തൊഴിലാളികൾ സംഘടിക്കുന്നതിനെതിരായ സമീപനം മൂലമാണെന്നാണ് സമരക്കാർ പറയുന്നത്. ഈ സമരത്തിൽ നിന്നും തൊഴിലാളികളെ പിന്തിരിപ്പിക്കാൻ കമ്പനി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത്. അതായത് ഭീഷണിപ്പെടുത്തലും വീട്ടുകാരുമായുള്ള ബന്ധപ്പെടലുമായി അങ്ങനെ പല ശ്രമങ്ങൾ. പിന്നാലെയാണ് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സമരം തുടരുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് ഇനി ശമ്പളം നൽകില്ല എന്ന് സാംസങ് കമ്പനി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് അറിയിച്ചുകൊണ്ടുള്ള ഇമെയിൽ ജീവനക്കാർക്ക് കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 9, 2024 മുതൽ സാംസങ്ങിലെ തൊഴിലാളികൾ ആരംഭിച്ചതാണ് ഈ സമരം. എന്തായാലും 3 ആഴ്ചയോളമായി തുടരുന്ന ഈ സമരത്തിൽ നിന്ന് 1000ഓളം പേരെയാണ് പോലീസ് റോഡ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മാർച്ച് നടത്തി പൊതുനിരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും പൊതു സംവിധാനത്തിന് ഭംഗം വരുത്തിയതിനുമാണ് കാഞ്ചീപുരം പോലീസ് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത്.